ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി. See, I am junior MD here. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി. ശരിയും തെറ്റും കണ്ടറിയും, ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. ശരിയും തെറ്റും കണ്ടറിയും, ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. Say good morning, good morning. Bolo, bolo. Good morning, good morning, good morning, good morning, good morning, good morning. അയ്യോ, കളി കണ്ടില്ലേ? ആളും തരവും നോക്കണ്ടേ? സണ്ണില്ലാസിന് വിലയില്ലേ? ആഫീസർക്കും സീറ്റില്ലേ? സണ്ണില്ലാസിന് വിലയില്ലേ? ഈ ആഫീസർക്കും സീറ്റില്ലേ? സണ്ണില്ലായ്ക്കെന്തു വില, സണ്ണിനല്ലേ പൊന്നുവില. സണ്ണില്ലായ്ക്കെന്തു വില, സണ്ണിനല്ലേ പൊന്നുവില. ഭരണം പാടെ മാറിയില്ലേ, അധികാരം ഞാൻ നേടിയില്ലേ. ഭരണം പാടെ മാറിയില്ലേ, അധികാരം ഞാൻ നേടിയില്ലേ. ആക്ഷൻ എടുത്തത് ശരിയല്ലേ അച്ഛാ? ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ. വീടായാലൊരു കാവൽ വേണോ, കാവൽ നിൽക്കാനൊക്കെ വേണോ. എക്സായാൽ യൂണിഫോറും വേണോ, വേഷം കെട്ടാൻ വായോ വായോ. ഈ വേഷം കെട്ടാൻ വായോ വായോ. പോടാ. സീറോഡിക്കരയിൽ 20 കൊല്ലം തോക്കും തോട്ടയുമേന്തി അതിർത്തിയിൽ നോക്കിയിരുന്നത് ലാക്കു പിടിച്ചത് കൊക്കിനെ വെടിവെക്കാനല്ല. പല പല വർഷം റമ്മു പിടിച്ചത്, റമ്മു കുടിച്ചത്, തിന്നു മുടിച്ചത് നാടിന് നന്മയ്ക്ക്. ഈ കാവലിന് ഇവിടെ ഒരു നായില്ലേ? മീനാക്ഷി, നിന്നുടെ നായർക്ക് ഗതി വന്നല്ലോ. മതി സത്തന്തം. സമ്മന്തത്തിന് ബോണസായി ചമ്മന്തിച്ചോറുണ്ണണ്ട. സമ്മന്തത്തിന് ബോണസായി ചമ്മന്തിച്ചോറുണ്ണണ്ട. കൂർക്കമ്പലിയുടെ ആശാനെ കൂർക്കപ്പണി ഇത് ചെയ്താട്ടെ. കൂർക്കമ്പലിയുടെ ആശാനെ കൂർക്കപ്പണി ഇത് ചെയ്താട്ടെ. പണിയില്ലാത്തോർക്ക് ഇങ്ങനെയൊരു പണി പണിയണ്ടേ അച്ഛാ? ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ. ഓരോന്നായി മുമ്പിലണഞ്ഞു
കിടുങ്ങുമ്പോൾ പൂതനമാരെന്നറിയണം, ജീവനിലും കൊതി തോന്നേണം. പൂതനമാരെന്നറിയണം, ജീവനിലും കൊതി തോന്നേണം. ഈ വാക്കും നോക്കും നമ്പരുതേ അച്ഛാ. ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ. വല്യേട്ടാ ചായ. വല്യേട്ടാ കാവിലൊരു ചുറ്റുവിളക്ക് നിറമാലയും കഴിക്കണമെന്ന് വിചാരിക്കുക. കഴിഞ്ഞ ആഴ്ചയല്ലേ കഴിച്ചത്? ഭഗവതിക്ക് തൃപ്തിയായിട്ടുണ്ടാവില്ല. ഏയ് അങ്ങനെയൊന്നും ഇല്ല. പൂവ് എന്തൊക്കെയോ അപശകനങ്ങൾ കാണുന്നുണ്ട്. പൊതുവാളിനെ വിളിച്ച് ഒരു കുടുംബ പ്രശ്നവും എത്തിക്കണം. അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നം? പതിവിലും കവിഞ്ഞ വരവായി കുറി. 100 മേനിയാ കൊയ്ത്ത്. മാധവൻ പറയേ റബ്ബറിന്റെ വില കുതിച്ചു കയറുക. മില്ലിൽ സപ്ലൈ ചെയ്യാൻ പറ്റാത്തത്ര ഓർഡർ. ഒക്കെ നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല. വല്യേട്ടൻ ഞങ്ങക്ക് നഷ്ടപ്പെടുന്നുണ്ടോന്നാ. താനെന്താണോ കുട്ടികളെ പോലെ? ഇതിന് മാത്രം എന്താ ഉണ്ടായേ? വല്യേട്ടൻ ശരിക്കും ഊണ് കഴിക്കണില്ല, ഉറങ്ങണില്ല. ഇതൊക്കെ ആരാ പറയണേ? ആരും പറയണ്ട. ആരെക്കാളും വല്യേട്ടനെ അറിയുന്നോളാ ഞാൻ. ആ മനസ്സ് എനിക്കേ അറിയൂ. വല്യേട്ടന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എനിക്കൊരു IAS കാരന്റെ ആലോചന വന്നപ്പോ വല്യേട്ടൻ പറഞ്ഞു, എന്തുകൊണ്ടും നല്ലതാ കുഞ്ഞി, പക്ഷെ താൻ ഡൽഹി പോയി താമസിക്കണമെന്ന് ഓർക്കുമ്പോ വല്ലാത്ത വിഷമം. പെങ്ങളെ വിട്ടുപിരിയാൻ പറ്റാത്ത ഏട്ടന്റെ മനസ്സ് അന്ന് ഞാൻ കണ്ടതാ. അതുകൊണ്ട് IAS കാരനൊന്നും വേണ്ടെന്ന് വെച്ച് ഒരു 10ാം ക്ലാസ്സുകാരനും കിട്ടി തറവാട്ടിൽ തന്നെ കൂടെ കൂടിയത്. വല്യേട്ടൻ എന്നും ഒപ്പം ഉണ്ടാവണമെന്നേ മോഹിച്ചിട്ടുള്ളൂ. ഉണ്ടായില്ലേ? ഉണ്ടാവും എന്നും. എന്താ സംശയം തോന്നണുണ്ടോ? തോന്നുന്നു. ഞങ്ങളോടൊത്ത് കളിയും തമാശയും പറഞ്ഞ് രസിക്കണ വല്യേട്ടൻ ഇപ്പൊ എവിടെയാ? ഒരു മൂകത. ആ രാമനാഥനെ വല്യേട്ടൻ എന്തിനാ ഭയക്കണേ? പറയൂ, ഏട്ടനെ ഭരിക്കാനുള്ള എന്ത് ശക്തി അവന് കിട്ടിയിരിക്കണേ? മരുമക്കള് പടയെടുത്ത് നിൽക്കുക. വല്യേട്ടന് വേണ്ടി ജീവൻ വരെ കളയും അവര്. ഞാൻ തടഞ്ഞു നിർത്തിയിരിക്കുക. വല്യേട്ടൻ ഒരു വാക്ക് മൂളിയാ മതി. അക്ഷൗഹിണികളും ആയുധബലവും ഉണ്ടായിട്ട് പോലും ഭീഷ്മർക്ക് രക്ഷപ്പെടാനായില്ലല്ലോ. ആർക്കും ആരെയും രക്ഷിക്കാനാവില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. കർമ്മഫലം അങ്ങനെ അനുഭവിക്കുക. താൻ ധൈര്യമായിട്ടിരിക്കുക. എന്നെ എനിക്ക് നഷ്ടമാവില്ല. പോരെ, വെക്കുള്ളൂ. പരീക്ഷിക്കല്ലേ ഭഗവതി. രാമനാഥൻ എന്നെ തോൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല. ഇല്ലടോ, എന്റെ മനസമാധാനം അവൻ തകർത്തു. എന്ത് സ്വൈരവും സ്വസ്ഥതയുമായിരുന്നു തറവാട്ടില്. ഇക്കണക്കിന് ഇവനെന്റെ മകനാണെന്നറിഞ്ഞാൽ എല്ലാരും കൂടി എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും. ഇന്ന് കുഞ്ഞുലക്ഷ്മിയുടെ മുന്നിൽ എനിക്ക് ഉത്തരം മുട്ടി. പയ്യാരത്തെ കുട്ടികൾ എന്നെക്കുറിച്ച് എന്തൊക്കെയാ ധരിച്ചിരിക്കുക? പൗരുഷമില്ലാത്തവനെന്നോ ഭീരുവെന്നോ. എന്റെ നാവും കരങ്ങളും ബന്ധിക്കപ്പെട്ട പോലെ. അവൻ അച്ഛനെ കാണാൻ വന്നതല്ലടോ, അച്ഛന്റെ ജീവൻ കൊണ്ടുപോകാൻ വന്നതാ. അതുകൊണ്ടേ അവൻ പോവും. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. അങ്ങ് വിഷമിക്കണ്ട, അവനെ ഞാൻ പറഞ്ഞയച്ചോളാം. എല്ലാവരും ബന്ധുക്കളാണെന്നറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാ യുദ്ധക്കളത്തിൽ ഇറങ്ങിയത്. എതിരെ ശത്രു മാത്രം. ചിലപ്പോ രക്തം ചിന്തിന്ന് വരും, ചോരപ്പുഴ ഒഴുകും. പരിഭ്രമിച്ചിട്ട് കാര്യമില്ല. ഇതൊരു ധർമ്മയുദ്ധ. പകരം വീട്ടാണ് നീ. ഈ തറവാടൊരു കുരുക്ഷേത്ര ഭൂമിയൊക്കെ സമ്മതിക്കില്ല. അതല്ല നിന്റെ അമ്മ ആഗ്രഹിച്ചത്. മതി പട പൊരുതിയതും അംഗം വെട്ടിയതും. ഒരു യോദ്ധാവിനെ പോലെ മുമ്പോട്ട് പോകണമെന്ന് അമ്മ മനല്ലേ എന്നോട് പറഞ്ഞത്? അതെ, ഞാൻ തന്നെ ഈ പറയണത്. അദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള അധികാരം എനിക്കില്ല. പത്മനാഭൻ നായരെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇവിടെ വരുമ്പോ എനിക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനെ ഒരു നോക്ക് കാണുക. ഇപ്പൊ കാത്തുരക്ഷിക്കേണ്ട ചുമതല കൂടി വന്നിരിക്കുക. കാണുന്നില്ലേ, അവസരം കാത്തിരിക്കുക ബന്ധുക്കള്. ഒളിപ്പോരാളികളെ പോലെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ, സ്വത്തിനു വേണ്ടി. അത് ബോധ്യപ്പെടുത്തുന്ന ചുമതല കൂടി ഇപ്പൊ എന്റേതാ. നിന്നിൽ നിന്നും ഒന്നും ബോധ്യപ്പെടാൻ അധികം ആഗ്രഹിക്കുന്നില്ല. നിന്റെ സാമീപ്യം പോലും അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം തന്തയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ? അദ്ദേഹം നിന്നോടത് പറയുന്നില്ല എന്നേ ഉള്ളൂ. വിഷമമുണ്ടാവും, അത് മനസ്സിലാക്കുക. ഇറങ്ങിക്കോ. പോവാ. ജീവിതകാലം മുഴുവൻ തന്തയില്ലാത്തവരെന്നുള്ള ദുഷ്പേര് കേൾക്കാനാവും വിധി. സ്വന്തം അച്ഛന്റെയും ആഗ്രഹം അതാണെങ്കിൽ കേട്ടോളാം, അനുസരിക്കാം. പോയിക്കൊള്ളാം അമ്മേ.
തല്ലാനും ശാസിക്കാനും അവകാശമുള്ള ആളാണെന്നും അറിഞ്ഞിരുന്നില്ല. ഒരുപാട് വേദനിപ്പിച്ചു. എന്നോട് ദൈവം പൊറുക്കില്ല. പോകരുത്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കണം. കുട്ടി, ഇല്ല, ഇത് പുറത്ത് ആരും അറിയില്ല. ഇതെന്താണ്ടാ